എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാപിറ്റോളിലേക്ക് പോകാം. ക്യാപിറ്റോൾ എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ലെജിസ്ലേറ്റീവ് കോംപ്ലക്സ് ആണ്. അമേരിക്കയുടെ തന്നെ പ്രതീകമെന്ന് പറയാവുന്ന ക്യാപിറ്റോൾ ബിൽഡിങ്ങും അതിൻ്റെ ഡൂമാണ് സാധാരണഗതിയിൽ ഈ ടി വിയിലെല്ലാം കാണിക്കുന്നത്. ഇത് 1793 പണി ചെയ്യപ്പെട്ട ബിൽഡിങ്ങാണ്. ഇതിന് 2 ഭാഗങ്ങളാണുള്ളത്. എന്ന് വെച്ചാൽ നടുത്തളം, അതുകൂടാതെ സൗത്ത് വിങ്ങും നോർത്ത് വിങ്ങും. ഈ നോർത്ത് വിങ്ങിലാണ് സെനറ്റ്, സൗത്ത് വിങ്ങിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. നേരത്തെ ഓൺലൈൻ ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. അകത്തേക്ക് കയറി കഴിയുമ്പോൾ സന്ദർശകരെയൊക്കെ ഏതാണ്ട് ഒരു 25 പേര് വരുന്ന ഓരോ സെറ്റുകളാക്കിയിട്ട് തിരിച്ചാണ് കൊണ്ടുപോയത്. ഒരു ഇയർഫോൺ പോലുള്ള ഒരു അപ്പാരറ്റസ് വന്നു. അതിലൂടെ ചെറിയൊരു അപ്പാരറ്റസും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തന്നെ സ്റ്റാഫാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് കേൾക്കാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ അകത്തേക്ക് കയറുമ്പോഴത്തേനും ഈ ഞാൻ പറഞ്ഞല്ലോ, നടുത്തളം എന്ന് പറയുന്നത് റൗണ്ടാണ്, സർക്കുലർ ഷേപ്പിലുള്ളതാണ്. ഇതിൻ്റെ ആദ്യകാലത്ത് വെച്ച ചില പ്രതിമകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിലും എല്ലാം പങ്കെടുത്ത ധീര യോദ്ധാക്കളുടെ പ്രതിമകൾ വെച്ചേക്കുന്ന എല്ലാം മാർബിളാണ്. പിന്നീട് വെച്ച പ്രതിമകളൊക്കെ വെങ്കലത്തിലുമാണ്. അപ്പം ഈ ഏതാണ്ട് ഒരു 3 മില്യൺ മുതൽ 3.5 മില്യൺ വരെ ആൾക്കാരാണ് ഒരു വർഷം ഈ അമേരിക്കയുടെ ഈ ക്യാപിറ്റോൾ കാണുന്നത്. ഈ ക്യാപിറ്റോളിൻ്റെ ഡോമിൻ്റെ മുകളിൽ സ്റ്റാച്യു ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രതിമയും കൂടെ ഉണ്ട്. ലോക ജനത ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, അത് എബ്രഹാം ലിങ്കനാണ്. അങ്ങനെ പറയാനുള്ള മുഖ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നു പോകുന്ന അടിമത്ത വ്യവസ്ഥിതി അദ്ദേഹം മുൻകൈയെടുത്തിട്ടാണ് അത് അബോളിഷ് ചെയ്യാൻ സാധിച്ചത്. എബ്രഹാം ലിങ്കന് ഒരു ബാലനായിട്ടിരിക്കുമ്പോഴും യുവാവായിരിക്കുമ്പോൾ തന്നെ ഈ സ്ലേവറി അദ്ദേഹത്തെ വളരെയധികം അലട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി എത്തിപ്പെട്ടപ്പോൾ എമാൻസിപ്പേഷൻ ഡിക്ലറേഷനിലൂടെ ഈ അടിമത്വം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് അതിന് കൊടുക്കേണ്ടി വന്നത് തൻ്റെ തന്നെ സ്വന്തം ജീവനാണ്. ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിനിടയാക്കിയ സംഭവങ്ങൾ തന്നെ അമേരിക്കൻ സിവിൽ വാറിൻ്റെ ബാധ്യപത്രമാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഫോർട്സ് തിയേറ്ററിൽ വെച്ചാണ്. 1865 ഏപ്രിൽ മാസം 14 രാത്രി 8:30 മണിക്ക് ഫോർട്സ് തിയേറ്ററിൽ നാടകം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹവും പത്നിയും കൂട്ടുകാരും കൂടെ പോയിരുന്നു. റെസിഡൻസ് എൻക്ലോഷറിലാണ് ഇരുന്നിരുന്നത്. നാടകം ഏതാണ്ട് ഒരു 10:30 മണിയായി. ലാസ്റ്റ് സീനായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ബൂത്ത് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ എൻക്ലോഷറിലേക്ക് ചാടി കയറി വെടിയുതിർക്കുകയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ലിങ്കനെ ഈ തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹൗസിംഗ് കോംപ്ലക്സിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം കാലത്തെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ആ ധീരനായ നേതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ.